ബി.ജെ.പിക്ക് കഴിഞ്ഞ 2 ദിവസമായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളേറെ സന്തോഷം പകരുന്നതാണ്. 60 വർഷമായി അടക്കി ഭരിച്ചിരുന്ന ഗുജറാത്തിലെ AMPC തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയും 10 സീറ്റിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വിജയം കൈവരിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പുതിയ വാർത്തയെത്തുന്ന തെലങ്കാനയിൽ നിന്നാണ്. 13 ജില്ലകളിലായി പരന്നു കിടക്കുന്ന 43 നിയമസഭാ മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യമുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങളുടെ പ്രാതിനിധ്യമുള്ള MLC തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. 3 ഉപതെരഞ്ഞെടുപ്പാണ് നടന്നത്. 3 മണ്ഡലങ്ങളിലേക്ക് 3 സീറ്റുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ്. അതിൽ 2 സീറ്റ് ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞു. ബി.ജെ.പിക്ക് സീറ്റ് നേടി എന്നതിലല്ല, ആ സീറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും അഭിനന്ദിച്ചുകൊണ്ട് തെലങ്കാന പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും ട്വീറ്റിലൂടെ അഭിനന്ദനം അറിയിച്ചത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളിതുവരെ കോൺഗ്രസിനെ മാത്രം ജയിപ്പിച്ചിട്ടുള്ള കരിനഗർ മണ്ഡലമാണ്. ആ കരിനഗർ മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി 5000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയം വരിച്ചത്. ഈ കരിനഗറിൽ തെലങ്കാനയിലെ മുഴുവൻ കോൺഗ്രസ് മന്ത്രിമാരും തമ്പടിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. കാരണം കരിനഗർ അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അവിടെയാണ് ബി.ജെ.പി നേടിയ വലിയ ഒരു വിജയം. ഒപ്പം തന്നെ മേദക്, നിസാമാബാദ്, കരിനഗർ, വാറങ്കൽ, ഖമ്മം എന്ന് പറയുന്ന 3 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ കരിനഗറും വാറങ്കൽ, ഖമ്മവും ബി.ജെ.പി പിടിച്ചെടുത്തിരിക്കുന്നു. ഇത്രയും ഇടങ്ങളിൽ, അതായത് ഈ 13 ജില്ലകളിലെ വ്യാപിച്ചു കിടക്കുന്ന MLC ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ കുറേ നാളുകളായി തെലങ്കാനയിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സമയമായി എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. കാരണം ബി.ജെ.പിക്ക് വലിയ വളർച്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഈ തെലങ്കാനയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ MLC തിരഞ്ഞെടുപ്പ് കൂടി വരുമ്പോഴേക്കും ശക്തമായ ഒരു നിരയിലേക്ക് ബി.ജെ.പി മുന്നേറുന്നു. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും കേവലം ഒരു ഉപതെരഞ്ഞെടുപ്പിന് പാർട്ടി പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നതിൽ പറയുന്നത്, ജയിച്ചവർക്കെല്ലാം അഭിനന്ദനങ്ങൾ, ഒപ്പം രാപകൽ കഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കേൾക്കുമ്പോൾ ചെറിയൊരു ഉപതെരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും അതിന് വലിയ വിജയം തന്നെയാണ് ബി.ജെ.പിയെ സംബന്ധിച്ച്. കാരണം തെലങ്കാനയിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് കുറച്ചുകൂടി ശക്തി പകരുന്നതാണ് കോൺഗ്രസിൻ്റെ തട്ടകങ്ങൾ ഉൾപ്പെടെ നടന്ന ഈ തെരഞ്ഞെടുപ്പ് വിജയം. ഏതായാലും 13 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന 43 നിയമസഭാ മണ്ഡലങ്ങളിലും 6 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇത് പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.